ശ്രീ വി ആർ അനൂപ് 10 വർഷമായി കോൺഗ്രസ് പാർട്ടി UDF പ്രതിപക്ഷത്താണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ 10 വർഷക്കാലം സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്തു ചെയ്തില്ല, എന്തു വികസനം കൊണ്ടുവന്നില്ല, അവർക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരണം, അതല്ലേ ഈ ഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് 12 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ചർച്ചയാകേണ്ടത്? അതിലേക്കൊക്കെ ഞാൻ വരാൻ ആര്യ. അതിനു മുൻപ് ഇവിടെ ഈ ജയിക്ക് ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, അദ്ദേഹം ഉന്നയിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ഭാവം, അദ്ദേഹം എന്താ പറയുന്നത്? ചരിത്രം ബോധമുള്ള കോൺഗ്രസ്സുകാർ വളരെ അപൂർവമാണല്ലോ എന്നൊക്കെ അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ, ഇവരൊക്കെ ചരിത്രം അരക്കി കുടിച്ച് 1 വീതം 3 നേരം എന്ന് പറയുന്ന പോലെ, ഹോമിയോ ഗുളിക കഴിക്കുന്ന പോലെ ചരിത്രം പഠിച്ച ആളുകളാണോ? എന്നിട്ടാണോ ഞാൻ പറഞ്ഞ ചരിത്ര വസ്തുതകളിൽ ഒന്നുപോലും ഖണ്ഡിക്കാൻ ജയിക്കിന് കഴിയാതിരുന്നത്? എന്താ ഇവരൊക്കെ പറഞ്ഞത്? പിന്നെ ജയിക്കിന്റെ ആശാനായ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അടിയന്തരാവസ്ഥ കാലത്ത് ആ പ്രത്യേക കാലഘട്ടത്തിൽ RSSകാരൊന്നും RSSകാരല്ല, അവർ RSS അംഗത്തെ ഉപേക്ഷിച്ചു, ആ സമയത്താണ് ഞങ്ങൾ ബന്ധമുണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നതിനെ ചരിത്രപരമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഈ സമീപ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങൾ വരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പറയാൻ കഴിയാതിരിക്കുക. എന്നിട്ട് ഇവരുടെ സ്ഥിര മുഖമുദ്രമായ പരപുച്ഛം, അഹങ്കാരം, ചരിത്ര ബോധമുള്ള കോൺഗ്രസ്സുകാർ കുറവാണ്, മുഴുവൻ ചരിത്രമുള്ള ആളുകളാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി. ജയിക്കെ ചരിത്രം പറഞ്ഞും ചരിത്രം വായിച്ചും ചരിത്രം പഠിച്ചും ചരിത്രം ഉന്നയിച്ചും തന്നെയാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ചരിത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒന്നും കുത്തകയൊന്നുമല്ല. അപ്പൊ അത് കയ്യിൽ വെക്കി, ചരിത്രം പറഞ്ഞു പോവാം. ജയിക്ക് അവിടെ അടിയന്തരാവസ്ഥ കാലം എന്നെങ്കിലും പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്തിന് മുൻപാണല്ലോ 1960, 1971. അന്ന് പാലക്കാട് AKGക്കെതിരെ 60-ൽ EMSനെതിരെ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്, ജനസംഘത്തിന്റെ നിലപാട്? അല്ല, ഞാൻ അതിലേക്ക് വരാം. ജയിക്കിന്റെ വക്കാലത്തൊന്നും ആരും എടുക്കേണ്ട കാര്യമില്ല. ജയിക്കോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ ജയിക്കിനെ പോലെ ഒരാൾ പരപുച്ഛ മുഖമുദ്രയാക്കി ചരിത്രബോധമുള്ള കോൺഗ്രസ്സുകാർ അപൂർവമാണെന്ന് പറഞ്ഞപ്പോൾ ആര് എവിടെയായിരുന്നു? ആര് ചോദ്യം ചോദിച്ചോ? എന്താ ചരിത്രം എന്ന് പറയുന്നത് ജയിക്കിനും ആർക്കും മാത്രമുള്ളതാണോ? തിരിച്ച് ചോദിക്കുമ്പോൾ ആ ജയിക്ക് അതിന് ഉത്തരം പറയണം. ഇവരെന്ത് ചരിത്രമാണ് പറയുന്നത്? എന്താ അടിയന്തരാവസ്ഥയെ കുറിച്ച് ജയിക്ക് പറയട്ടെന്നേ. നീ ഈ സംവാദത്തിന് തുടക്കത്തിൽ നിന്ന് ആരെടുത്ത പൊസിഷൻ എന്താ? പരമ അബദ്ധമല്ല ആരും ഇവിടെ നിന്ന് പറഞ്ഞത്. ആരെന്താ പറഞ്ഞത്? ആ ഘട്ടത്തിൽ ഈ RSSകാർ RSS സംഘത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പരമ അബദ്ധം അനൂപ് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? ജനസംഘം പിരിച്ചുവിട്ടു, ജനസംഘം പിരിച്ചുവിട്ടു, ജനതാ പാർട്ടിയായി. ജനസംഘം പിരിച്ചുവിട്ടോ, ജനതാ പാർട്ടിയായോ? അതിൽ ഈ പറയുന്ന സംഘടനാ കോൺഗ്രസിൽ നിന്ന് K സുധാകരൻ അടക്കം അതിൽ ഭാഗമായോ? ഇത് ചരിത്രമാണ്. ഇതിന് നമുക്ക് അന്ന് പ്രതിപക്ഷ അന്നൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. മനുഷ്യരെ കൊണ്ട് ജയിലുകൾ നിറഞ്ഞ കാലമായിരുന്നു. അല്ല, പ്രത്യേക അടിയന്തരാവസ്ഥ പ്രത്യേക കാലമായിരുന്നില്ലേ? അന്ന് RSS ഇല്ല. അത് കഴിഞ്ഞിട്ട് EMSന്റെ ആർക്ക് വിവരമില്ലെങ്കിൽ പോയി പഠിക്ക്. അന്ന് RSS ഇല്ലാന്നോ? അന്ന് RSS ഇല്ലാന്നോ? ആരോടാ പറയുന്നത്? ജനസംഘത്തിൽ ജനതാ പാർട്ടിയിൽ RSS ഇല്ല. ജനതാ പാർട്ടിയിൽ RSS വന്നു എന്നൊരു ആരോപണം വന്ന സമയത്ത് RSS ഉണ്ട്. ആ ജനതാ പാർട്ടിയിൽ RSS ഇല്ല. പറഞ്ഞിട്ട് മനസ്സിലാവാതിട്ടാണ് അനൂപിന്. ജനസംഘം പിരിച്ചുവിട്ടെന്ന ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്താണ്? RSS ഉണ്ട്, BJP ഇല്ല. ജനസംഘം പിരിച്ചുവിട്ടു, ജനതാ പാർട്ടി രൂപീകരിച്ചു. ആ ജനതാ പാർട്ടിയുടെ ഭാഗമായി എല്ലാവരും സഹകരിച്ചു. എന്തുകൊണ്ട് സഹകരിക്കേണ്ടി വന്നു? അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് സഹകരിക്കേണ്ടി വന്നു. RSS വന്നു എന്നൊരു ആരോപണം വന്ന നിമിഷം എന്ത് ചെയ്തു? ഒരു RSSന്റെ വോട്ടും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അല്ല, കോൺഗ്രസ് കാസർഗോഡ് 80 പാർലമെന്റിൽ എന്താണ് ചെയ്തത്? അന്ന് ആരായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? രാജഗോപാൽ പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. ചരിത്രം പറയുമ്പോൾ അത് ശരിയായി പറയണം. 1980-ൽ കാസർഗോഡ് പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ പൊതു സ്ഥാനാർത്ഥി ആരായിരുന്നു? 1980-ൽ പൊതു സ്ഥാനാർത്ഥി ആരായിരുന്നു കാസർഗോഡ് പാർലമെന്റിലേക്ക്? പറയാനുണ്ടോ? ചരിത്രം തന്നെയാണ് പറയുന്നത്. ഈ വിഡ്ഢിത്തം പറയരുത്. ഒരു ജേർണലിസം അവതാരതയ്ക്ക് വേണ്ട മിനിമം ചരിത്രബോധം വേണം. ആദ്യം എന്താ പറഞ്ഞത്? BJPനെ കുറിച്ചൊന്നും പറയണ്ട. RSS അല്ലേ?
എന്റെ ജനതാ പാർട്ടിയിലെ RSS അംഗങ്ങളല്ലേ ഇവരൊക്കെ? RSS അംഗങ്ങളല്ലേ? RSS അംഗത്വം ഉപേക്ഷിക്കാതെയാണ് ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. RSS അംഗത്വം ഉപേക്ഷിക്കാതെയാണ് ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചത്. ആര്യ അറിവില്ലെങ്കിൽ അറിവില്ലായ്മ സമ്മതിക്കേ. ഞാൻ താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചില്ല. 1960-ലെയും 1971-ലെയും കാര്യം, ആ ചരിത്രം ഒന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് ജയ്ക്ക് പറഞ്ഞതിന് മറുപടി പറയുമ്പോൾ ജയ്ക്കിന്റെ വക്കീലായി ചാടി വീഴുന്നു വേണ്ട. ചരിത്രബോധമില്ല, കോൺഗ്രസ്സുകാരിൽ അപൂർവമാണെന്ന് പറയുമ്പോൾ അത് പറയാനുള്ള മറുപടി ഉണ്ട്. ഏത് കാലത്തിലേക്ക് വേണമെങ്കിൽ പോവാം. വർത്തമാന കാലത്ത് ഇപ്പൊ ഇവർ പറയുന്നത് എന്താ? VD സതീശൻ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് RSS യോഗമല്ല, ഒരു സെമിനാർ. ആ സെമിനാറിനകത്ത് മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും എന്ന് ശീർഷകത്തിൽ നടന്ന സെമിനാറിൽ കോൺഗ്രസിന്റെ പാർട്ടി നിലപാട് വിശദീകരിച്ചു പങ്കെടുക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശൻ അത് പരസ്യമായ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതും രഹസ്യമായ ഒരു ഹോട്ടൽ മുറിയിൽ ചർച്ച നടത്തുന്നതും സമീകരിക്കാൻ കഴിയുമോ? ആര്യ പരസ്യമായ ഒരു സെമിനാറിൽ പോസ്റ്റർ അടിച്ച് 2006 ഡിസംബർ 31 ഞായറാഴ്ച ഒരു LP സ്കൂളിൽ നടന്ന യോഗത്തിൽ രഹസ്യമായല്ല, അവിടെ പരസ്യമായി VD സതീശൻ പോകുന്നു. പരസ്യമായി പോയി ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് VD സതീശൻ വിശദീകരിക്കുന്നു. അതിനെ എംപിന്റെ മധ്യസ്ഥതയിൽ സ്റ്റേറ്റ് കാർ ഒഴിവാക്കി പിണറായി വിജയനും BJP നേതാക്കളും പങ്കെടുത്ത ഒരു രഹസ്യ ചർച്ചയുമായി സമീകരിക്കുന്നതിൽ ആര്യ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിന് ഒരു കുഴപ്പവും തോന്നുന്നില്ലേ? രണ്ടും ഒന്നാണോ? നോട്ടീസ് അടിച്ച് ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതും രഹസ്യമായി ഹോട്ടൽ മുറിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാർ ഉപേക്ഷിച്ച് വരുന്നതും BJP നേതാക്കൾ രഹസ്യമായി വരുന്നതും ഒരു എമ്മിന്റെ മധ്യസ്ഥയിൽ ചർച്ച നടത്തുന്നതും ആ ചർച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന നമ്മൾ 7:30-ക്കാണ് ഈ ചർച്ച തുടങ്ങിയത്. എന്റെ ആദ്യത്തെ ചോദ്യം അനൂപിനോടായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി താങ്കൾ ശ്രീ M പറഞ്ഞു, പലതവണ പറഞ്ഞു ഞാൻ അതിൽ വിരുദ്ധ അഭിപ്രായം എനിക്കില്ലെന്ന് പറഞ്ഞ് താങ്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. താങ്കൾക്ക് ബോധ്യപ്പെട്ടില്ല അല്ലെ? താങ്കൾക്ക് ബോധ്യപ്പെട്ടില്ല. ഇപ്പൊ ചർച്ച 8:10-ലേക്ക് 3/4 മണിക്കൂറിലേക്ക് കിടക്കുകയാണ്. ആ 3/4 മണിക്കൂറിലും താങ്കൾ ശ്രീ M എന്നുള്ള ആ ഗാനത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ അടുത്ത എന്ത് താങ്കളോട് ചോദിക്കണമെന്ന്. താങ്കൾ എന്നെ ചരിത്രം പഠിപ്പിച്ചോളൂ, പഠിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ താങ്കൾ പറയുന്ന ചരിത്രത്തിൽ പിശകുണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ മറുഭാഗത്തുമുണ്ട്. EMS-നെതിരെ ഒരു പിശകുമില്ല.